ഹൈക്കോടതിയെയും അംഗീകരിക്കാത്ത രീതിയിൽ അന്തമായോ വിശ്വാസ പ്രമാണങ്ങൾ? നെയ്യാറ്റിൻകരയിലെ സമാധി വിവാദം നവോത്ഥാന കേരളത്തിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ എന്തൊക്കെ? നെയ്യാറ്റിൻകരയിൽ നിന്ന് കേരളം സഞ്ചരിക്കുന്നത് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇരുട്ടിലേക്കോ? ഷാനോസെ, നെയ്യാറ്റിൻകരയിലെ ആറാലുംമൂട് അവിടെ മാർക്കറ്റിൽ CITUവിൻ്റെ തൊഴിലാളിയൊക്കെ ആയിരുന്ന ഒരു മണിയൻ എന്ന ഗോപൻ പിന്നീട് അദ്ദേഹം സ്വയം ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നു. ആ ക്ഷേത്രം നിർമ്മിച്ച ശേഷം അദ്ദേഹം സ്വാമി എന്ന് സ്വയം വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളും ചില ബന്ധുക്കളും അദ്ദേഹത്തെ ഗോപൻ സ്വാമി എന്ന് വിളിക്കാൻ തുടങ്ങി. ആ ഗോപൻ സ്വാമിയാണ് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് 9-ാം തീയതി സമാധിയായി എന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ മതിലിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇക്കാര്യം നാട്ടുകാർ കണ്ടിട്ട് നാട്ടുകാർ ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ മകൻ, രണ്ടാമത്തെ മകൻ രാജസേനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് തോന്നുന്നു, അദ്ദേഹം ചീത്ത വിളിച്ചു. അങ്ങനെയാണ് നാട്ടുകാർ ഇതിൽ കൂടുതലായി ഇടപെടുന്നത്. എന്താണ് ഇതിലെ സംഭവം? അപ്പോൾ നാട്ടുകാർ പറയുന്നത് എന്താണ്? 6 മാസമായി കിടപ്പിലാണ് ഈ ഗോപൻ സ്വാമി. ഗോപൻ സ്വാമി ആരും കണ്ടിട്ടില്ല. ഗോപൻ സ്വാമിയുടെ ഭാര്യ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം കിടപ്പിലാണ് എന്ന് നാട്ടുകാരെ അറിയുന്നത്. അപ്പോൾ നാട്ടുകാർ പറയുന്നത് വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനാണ് ഈ മണിയൻ എന്ന ഗോപൻ സ്വാമി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇടയ്ക്കൊക്കെ തിരക്കാറുണ്ട്. ഈ ഇപ്പോൾ ചാനൽ വാർത്തകളിലെ തന്നെ കാണുന്ന ചിലരൊക്കെ 1 മാസം മുമ്പൊക്കെ വന്ന് ഗോപൻ സ്വാമിയെ തിരക്കിയിട്ടുണ്ട്. അപ്പോൾ പറയുന്നു അദ്ദേഹം കിടപ്പാണ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരാൾ ഒരു സുപ്രഭാതത്തിൽ സമാധിയായി എന്നൊരു പോസ്റ്റർ നിന്നാണ് ഈ കാര്യങ്ങളുടെ തുടക്കം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിയമപരമായ നടപടികൾ, പരാതി വന്നതിൻ്റെ ഭാഗമായിട്ട് നിയമപരമായ നടപടികളുമായി ജില്ലാ ഭരണകൂടം, അവിടുത്തെ പോലീസ് മുന്നോട്ട് പോകുന്നു. അതാണ് പിന്നീട് നമ്മൾ കണ്ട കാര്യങ്ങൾ. ഇന്നിപ്പോൾ ഈ കുടുംബം തന്നെ ഹൈക്കോടതിയെ സമീപിച്ച് അവിടുത്തെ ഈ കല്ലറ അല്ലെങ്കിൽ ഈ സമാധി സ്ഥലം പൊളിക്കാൻ അനുമതി കൊടുക്കരുത് എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുക. അതായത് കുടുംബം തന്നെയാണ് നിയമവ്യവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നത്, മറ്റൊരു രീതിയിലേക്ക്, അല്ലെങ്കിൽ കോടതി വ്യവഹാരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നത്. അപ്പോൾ അതോടുകൂടി ഹൈക്കോടതി പറഞ്ഞു, മരണ സർട്ടിഫിക്കറ്റ് എവിടെ? മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കുടുംബം പറഞ്ഞു. സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കണം എന്ന് കോടതി പറഞ്ഞു. നടപടികൾ തുടരട്ടെ, പോലീസിൻ്റെ കാര്യത്തിൽ ഇടപെടില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൈക്കോടതി ഇടപെടൽ യാതൊരു രീതിയിലും അന്വേഷണത്തെ ബാധിക്കുന്ന തരത്തിൽ ഹൈക്കോടതി ഇടപെട്ടിട്ടില്ല. ഹൈക്കോടതി പറഞ്ഞത് മരണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നാട്ടുകാർ ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ നടപടികളുമായി, ഇപ്പോൾ എന്ത് നടപടികളാണോ ആ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകണം, ആ സമാധി സ്ഥലം പൊളിക്കണം എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നത്. അതിനോട് അദ്ദേഹത്തിൻ്റെ മകനോട് പ്രതികരണം, എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ മകനോട്, മൂത്ത മകനോട് പ്രതികരണം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, സമാധാനപരമായി സമാധിയായ ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ വിവാദം, ഇങ്ങനൊരു വിവാദം വന്നപ്പോൾ തന്നെ സത്യത്തിൽ ഷാനോസ്, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഈ കുടുംബത്തിൻ്റെ പ്രതികരണങ്ങളും ഈ പൂജ നടത്തി എന്ന് പറയുന്ന മകൻ്റെ പ്രതികരണങ്ങളും ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആളുടെ ഭാര്യയുടെ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ കിളി പറഞ്ഞു. ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. അസ്വാഭാവികം എന്ന് പറഞ്ഞാൽ പോരാ, വളരെ നിഗൂഢവും ഒക്കെ ആയിട്ടുള്ള പ്രതികരണങ്ങളാണ്, പല വൈരുദ്ധ്യങ്ങളടങ്ങിയ പ്രതികരണങ്ങളാണ് ഇവർ നടത്തുന്നത്. കൃത്യമായ ചോദ്യത്തിന് ഉത്തരമില്ല. ആ രീതിയിലാണ് ഇവർ കാര്യങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ ഇവർ പറഞ്ഞു വയ്ക്കുന്നത് ആ രീതിയിലാണ്. അപ്പോൾ മകൻ പറയുന്നത്, അച്ഛൻ ഇങ്ങനെ ഇറങ്ങിപ്പോയി, അവിടെ ചെന്നിരുന്നു, അപ്പോൾ എനിക്ക് അറിയാം, സമാധിയാവുന്ന രീതി എനിക്കറിയാം. അപ്പോൾ അദ്ദേഹം സമാധിയായി, അതായത് ഈ എന്താ പറയുക, ധ്യാനാവസ്ഥയിൽ പ്രകൃതിയുമായി അന്തർലീനം ചെയ്യുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറി, അദ്ദേഹത്തിൻ്റെ ശ്വാസം ഇല്ലാണ്ടായി. അതോടുകൂടി ഞാൻ തന്നെ അത് സമാധി സ്ഥലം കെട്ടിയടച്ചു എന്നുള്ളതാണ് ആ മകൻ പറയുന്നത്. അപ്പോൾ ഇതൊരു മൊത്തം ദുരൂഹതയാണ്. അതായത് ഈ കുടുംബം ഈ സ്ഥലം പൊളിക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ പല രീതിയിലാണ് ദുരൂഹത. ഷാനോസ് ഇതെല്ലാം നമ്മളെല്ലാവരും നോക്കിക്കാണുന്നുണ്ട്. എന്താ പറയുക, ഈ നമ്മുടെ ഈ നവോത്ഥാന കേരളത്തിൽ, ഈ പുതിയ കേരളത്തിലാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എന്ന്
പറയുന്നിടത്താണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ പലരും പറയുന്നു ഇതൊക്കെ വിശ്വാസമല്ലേ. പക്ഷേ ഇവിടെ വിശ്വാസമാണോ പ്രശ്നം? എനിക്ക് തോന്നുന്നില്ല. ഇത് വിശ്വാസമല്ല. ഇപ്പോൾ ഒരാൾ എന്താണ് ഈ സമാധി എന്നുള്ളത് പരിശോധിച്ചാൽ നമുക്ക് ഇത് വിശ്വാസമാണോ അല്ലയോ എന്ന് പറയാം. അതായത് ഈ ഗുരുരത്നം ജ്ഞാന തപസ്സി ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ആളാണ്, അത് അവിടുത്തെ സ്വാമിയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ സന്യാസിമാർ മരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പദം മാത്രമാണ് സമാധി. അതായത് ആന ചരിഞ്ഞു, രാജാവ് നാട് നീങ്ങി, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്രിസ്തീയ പുരോഹിതനാണെങ്കിൽ കാലം ചെയ്തു, അങ്ങനെ പറയുന്ന ഒരു പ്രയോഗം മാത്രമാണ് ഇന്നത്തെ കാലത്ത് സമാധി. അപ്പോൾ ഏതെങ്കിലും വലിയ യോഗീശ്വരന്മാരായിട്ടുള്ള സ്വാമിമാർ മരിച്ചാൽ അവർ കാലം ചെയ്തു എന്നല്ല, അവർ സമാധിയായി എന്ന് പറയും. അങ്ങനെ ഒരു പ്രയോഗം മാത്രമാണ് ഈ സമാധി എന്ന് പറയുന്ന വാക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അപ്പോഴും പ്രശ്നം ഈ സമാധി ആവുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ഇത് മാൻ മിസ്സിങ് കേസാണ്. ആ മാൻ മിസ്സിങ് കേസ് എങ്ങനെ ആകുന്നു? അതാണ് ഈ വിശ്വാസം എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത്, അതായത് മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ നമ്മൾ എന്തിന് കയറി ഇടപെടണം എന്ന് ചോദിക്കുന്ന നിസ്വാർത്ഥ ഹൃദയരായ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഇത് വിശ്വാസമല്ല, ഇത് മാൻ മിസ്സിങ് ആണ്. അതാണ് ഞാൻ വിശദീകരിക്കുന്നത്. അപ്പോൾ ഒരാൾ ഒരു സ്വാമി സമാധിയായി എന്ന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? അതായത് അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ ഐശ്വര്യം കൊണ്ട് അദ്ദേഹം തന്നെ മനസ്സിലാക്കുന്നു, ഞാൻ ഉടനെ സമാധിയാകുമെന്ന് മനസ്സിലാക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യൻ്റെ അടുത്ത് അദ്ദേഹം പറയുന്നു. അങ്ങനെയാണ് ആ സമാധിയുടെ രീതി എന്നാണ് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടവർ തന്നെ പറയുന്നത്. അപ്പോൾ ശിഷ്യനോട് പറയുമ്പോൾ ആ ശിഷ്യൻ അതിനു വേണ്ട നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു. അദ്ദേഹം സ്വയം, അതായത് ജ്ഞാനാവസ്ഥയിൽ പ്രകൃതിയുമായി അന്തർലീനം ചെയ്യുന്നു, അതായത് മരിക്കുന്നു. ഈ മരിക്കുന്നത് എല്ലാവരെയും അറിയിക്കുന്നു. അതൊരു ഡോക്ടർ വന്ന് ഇദ്ദേഹം മരിച്ചു എന്ന് മരിച്ചു എന്ന് തന്നെ അദ്ദേഹം സർട്ടിഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ ഈ സമാധി ഇന്നത്തെ കാലത്ത് പൂർണ്ണാവസ്ഥയിലെത്തൂ എന്ന് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട ഹിന്ദു സന്യാസിമാർ തന്നെ പറയുന്നു. അത് കഴിഞ്ഞ് ഇത് ആഘോഷപൂർവ്വം ഈ സമാധി ഇരുത്തൽ ചടങ്ങിലേക്ക് പോകുന്നു. അതായത് എല്ലാവരെയും അറിയിച്ചു ഇങ്ങനെ ഒരാൾ സമാധിയായി, ഈ സ്വാമി സമാധിയായി എന്ന് എല്ലാവരെയും അറിയിച്ച് ഈ സമാധി ഇരുത്തൽ ചടങ്ങിലേക്ക് പോകണം. ഇതാണ് ഈ ഒരു മതപരമായ രീതി. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ ഈ ഗോപൻ സ്വാമി മരിച്ചത് വ്യാഴാഴ്ച സമാധിയായി എന്ന് മകൻ പറയുന്നു. മകൻ പറയുന്നത് അനുസരിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ കുടുംബം പറയുന്നത് മാത്രമേ നമുക്കറിയാവൂ. അവർ പറയുന്നു ഈ സ്വാമി അവിടെ പോയി ഇരുന്നു, സമാധിയായി, അപ്പോൾ ഞങ്ങൾ കല്ലറ കെട്ടി അടച്ചു. വേറെ ആരും കണ്ടിട്ടില്ല, മൂത്ത മകൻ പോലും കണ്ടിട്ടില്ല. ഈ മൂത്ത മകനെ അറിയിച്ചത് ആരാണ്? ഇളയ മകനും അമ്മയും കൂടെയാണ് അറിയിച്ചത്. അപ്പോൾ മൂത്ത മകൻ അവിടെ നിന്ന് സുഗന്ധ വ്യഞ്ജനങ്ങളുമായിട്ടൊക്കെ ആ വീട്ടിലേക്ക് വന്നപ്പോൾ ഇത് കല്ലറ കെട്ടി അടച്ചിരുന്നു. അപ്പോൾ മൂത്ത മകനും ഇപ്പോൾ പറയുന്നത് സമാധിയായി, അച്ഛൻ സമാധിയായി, അച്ഛൻ മരിച്ചതല്ല സമാധിയായി എന്നാണ്. അപ്പോൾ സമാധിയുടെ നടപടിക്രമങ്ങൾ ഇതാണ്. അതായത് ഈ സമാധി എന്ന് പറയുന്നത് പുതിയ കാര്യമൊന്നുമല്ല. ഒരുപാട് യോഗീശ്വരന്മാർ സമാധിയായിട്ടുണ്ട്. അതിനെയൊക്കെ നമ്മൾ സമാധി എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഗുരുവിൻ്റെ സമാധി സ്ഥലം, ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി സ്ഥലം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു വാക്ക് ആ രീതിയിലാണ് അതിനെ ഉപയോഗിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സമാധി എന്ന് പറയുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് ഒരു കല്ലറ കെട്ടി അടക്കം ചെയ്യുന്ന പ്രക്രിയ തന്നെയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. അത് അടക്കം ചെയ്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അതിൻ്റെ അകത്തേക്ക് വെച്ച് അടക്കം ചെയ്യുന്ന പ്രക്രിയ തന്നെയാണ് സമാധി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് അടക്കം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കാണിച്ചാൽ എന്താണ് പ്രശ്നം? അപ്പോൾ അച്ഛൻ സ്വാമി പറഞ്ഞു ഇത് വേറെ ആരെയും കാണിക്കണ്ട എന്ന് ഈ മകൻ സ്വാമി പറയുന്നു. അപ്പം അച്ഛൻ സ്വാമി കിടപ്പിലായിരുന്നു, അദ്ദേഹം എങ്ങനെ പറയും എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അപ്പം നാട്ടുകാർ പറയുന്നത് ഇതിൽ മറ്റൊന്നുമില്ല, ഞങ്ങൾക്ക് ഗോപൻ സ്വാമിക്ക് എന്ത് പറ്റി എന്നറിയണം, അതുമാത്രമേ ഞങ്ങളുടെ ആവശ്യമുള്ളൂ. നിങ്ങളുടെ വിശ്വാസം അതൊക്കെ നിങ്ങളുടെ വഴി, അതിൽ ഞങ്ങൾ ഇടപെടുന്നില്ല. പക്ഷേ ഗോപൻ സ്വാമിക്ക് എന്ത് പറ്റി എന്ന് പറയും. ഇതിൽ മകൻ പറയുന്നത് നമുക്ക് ചിരിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും കൂടെയുണ്ട്. അതായത് ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചു, ഇൻസുലിൻ എടുത്തു, പ്രഷറിൻ്റെ മരുന്ന് കഴിച്ചു, അതിനുശേഷം അദ്ദേഹം പോയി അവിടെ ഇരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ റിപ്പോർട്ടർമാർ അവിടെ പോയ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അതെന്തുകൊണ്ട് ഒരു ഡോക്ടറെ അറിയിച്ചില്ല? അപ്പോൾ ഡോക്ടർ വന്നാൽ അശുദ്ധിയാകും. അപ്പോൾ ഇതിനെ ഒരാൾ മരിച്ചതിനെ, ഇത് സമാധി ആയതിനെ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അദ്ദേഹം എങ്ങനെയോ മരിച്ചു,
അത് എങ്ങനെയാണ് എന്നുള്ളത് ഇനി തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. ഇത് ഒരുപക്ഷെ അദ്ദേഹം സമാധി ആയത് തന്നെ ആകാം, അല്ലെങ്കിൽ അദ്ദേഹം സ്വയം ഈ വിശ്വാസ പ്രമാണം പ്രകാരം സമാധി ആയതെന്ന് തന്നെ നമുക്ക് വാദപ്രകാരം ശരി സമ്മതിച്ചു. ഇത് നാട്ടുകാരെ അറിയിക്കണ്ടേ? ഒരാൾ മരിച്ചാൽ അത് നാട്ടുകാരെ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരാൾ മരിച്ചാൽ നാട്ടുകാരെ വിളിച്ചറിയിക്കുക എന്ന് പറയുന്നത് ഒരു നിയമപരമായ കാര്യം കൂടിയാണ്. നിയമപരമായി ഈ ചടങ്ങ് എന്ന് പറയുന്നത് ഈ നടത്തുന്നത് എന്തിനാണ്? ഇത് നിയമപരമായ ഒരു പരിരക്ഷയും കൂടിയാണ്. അതും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ ആ സമാധി ആയ ഒരാൾ മരിച്ചു എന്ന് നാട്ടുകാരെ അറിയിക്കണം, അദ്ദേഹത്തിൻ്റെ ബോഡി കാണിക്കണം, ഇതാ മരിച്ചു കിടക്കുന്നു എന്ന് പറയണം. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും രോഗമുണ്ടായിരുന്നുവെങ്കിൽ ശരി, ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നുവെങ്കിലും ഓക്കെ. അതല്ല, ഒരാൾ കുഴഞ്ഞു വീണ് വീട്ടിൽ വെച്ച് മരിച്ചാൽ പോലും പോസ്റ്റ്മോർട്ടം നടത്തണം. അതാണ് നിയമപരമായ രീതി. അത് ഇന്ത്യൻ ഭരണഘടന പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് സമാധിയായി ഞങ്ങൾ തുറന്നു കാണിക്കില്ല എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് പേര് ഈ ഒരു വിവാദത്തെ ദുരുപയോഗം ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇത് ഹിന്ദു മതത്തിൻ്റെ കാര്യമാണ്, നിങ്ങൾക്ക് എന്താണ് കാര്യമെന്ന് മാധ്യമപ്രവർത്തകരോട് ആക്രോശിക്കുന്ന ഒരു ഷർട്ടും പാൻറ്റും ഇട്ട് ഇൻസെർട്ട് ചെയ്ത ഒരു മനുഷ്യനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പിന്നെ വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പോലുള്ള ചില മത നേതാക്കൾ, അതായത് ഈ മതസംഘടനാ നേതാക്കൾ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് കാണാം. അപ്പോഴൊക്കെ നാട്ടുകാർ, ഞാൻ ഇന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് ഒരു വീഡിയോ കാണുകയത്, നാട്ടുകാർ ഇവരെല്ലാം ആട്ടിപ്പായിക്കുകയാണ്. നാട്ടുകാർ പറഞ്ഞ് ഇവിടെ മതമില്ല, ഇവിടുത്തെ പ്രശ്നം ഒരാളെ കാണാനില്ല, അതാണ് ബേസിക് പ്രശ്നം. അദ്ദേഹം സ്വാമി ആവട്ടെ ആരാവട്ടെ എന്തോ ആവട്ടെ, ഞങ്ങൾക്കത് പ്രശ്നമല്ല. ഞങ്ങളുടെ കൂടെ തൊഴിലെടുത്തുകൊണ്ടിരുന്ന വർഷങ്ങൾക്ക് മുമ്പ് ആറാലുമൂട് ചന്തയിൽ ചുമട്ട് തൊഴിലാളിയായിരുന്ന ഒരു മനുഷ്യനെ കാണാനില്ല, അദ്ദേഹം സമാധിയായി എന്ന് പറയുന്നു. ഇന്നത്തെ കാലത്ത് എന്താണ് സമാധി എന്നുള്ള വളരെ ന്യായമായ ചോദ്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, കാണിച്ചു തരൂ എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതി എന്താണ് പറഞ്ഞത്? മരണ സർട്ടിഫിക്കറ്റ് അവിടെ. അപ്പോൾ ഈ സത്യത്തിൽ ഈ കല്ലറ തുറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പക്ഷേ ഷാനോസ്, വളരെ ഗുരുതരമായ നമ്മുടെ ഈ നവോത്ഥാന കേരളത്തിൽ വളരെ ഗുരുതരമായ ചില ചോദ്യങ്ങൾ കൂടി ഈ സമാധി വിവാദം ഉയർത്തുന്നുണ്ട്. അതായത് നമ്മൾ ഒരു കാലത്ത്, അതായത് അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടിയ ഒരു വാർത്ത എന്താണ് ഷാനോസെ? നരബലിയാണ്. ഇലന്തൂർ നരബലി. അപ്പോൾ നമ്മൾ എല്ലാം കേരളത്തിൽ ഇങ്ങനെ നടക്കുമോ എന്ന് ചോദിച്ചു. പക്ഷെ കേരളത്തിൽ നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് പേര് ചിരിച്ചു. ഈ സുധാകരൻ്റെ മേൽ ആരോ കൂടോത്രം വെച്ചു എന്ന് പറഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താൻ കൂടോത്രം കണ്ടെത്തുന്നു. അയ്യോ, നിങ്ങൾ കണ്ടോ, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സംഭാഷണം പിന്നണിയിൽ വരുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു. അങ്ങനെ ആ കൂടോത്രങ്ങളുടെയും നരബലിയുടെയും ഒക്കെ നടക്കുന്ന ഒരു സമൂഹത്തിൽ നടക്കുന്ന മറ്റൊരു കാര്യമാണ് ഇപ്പോൾ സമാധി. ഈ കൂടോത്രം നടന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളാണ് ഇത് കണ്ടെത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതും നെഹ്റുവിയൻ ചിന്തയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം നെഹ്റുവിന് അപമാനം എന്തുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ തോന്നുന്നത്. അവിടെ നിന്നാണ് ഈ സമാധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് ഈ സമാധി വിവാദത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അതായത് നരബലിയുടെ കേരളവും കൂടോത്രങ്ങളുടെ കേരളവും ചൊവ്വാദോഷം മാറാൻ വേണ്ടി ഇപ്പോഴും ജ്യോത്സ്യന്മാർ, നമ്മളെ ഹരി പത്തനാപുരം പല പ്രഭാഷണങ്ങളിലും പറയുന്ന കേൾക്കാം, ചൊവ്വാദോഷം, അങ്ങനെ ഒരു ദോഷമില്ല എന്ന് അദ്ദേഹം ഇതെല്ലാം പഠിച്ചിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം വ്യക്തമായി പറയും, നിങ്ങൾക്ക് ആ സ്വാമിക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ ഈ ജ്യോതിഷിക്ക് കൊണ്ടുപോയി കുറച്ച് പൈസ കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, ചൊവ്വാദോഷമൊന്നും മാത്രം എൻ്റെ അടുത്ത് പറയരുത് എന്ന് ഹരി പത്തനാപുരം നിരവധി തവണ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് നിങ്ങളവിടെ ഇരുന്നുകൊണ്ട് എല്ലാ ഹിന്ദു വിശ്വാസങ്ങളെയും അധിക്ഷേപിക്കുക ഇല്ല. ഏത് വിശ്വാസത്തെ നമുക്ക് ബഹുമാനിക്കാം, ഓക്കെ, എല്ലാ വിശ്വാസത്തെയും നമുക്ക് ബഹുമാനിക്കാം. പക്ഷേ അത് അന്ധമാകരുത്. വിശ്വാസം എന്ന് പറയുന്നത് ലോജിക്കലാകണം. ഈ വിശ്വാസം തന്നെ ഇല്ലോജിക്കലാണ്. പക്ഷേ എന്നാൽ പോലും അതിലൊരു ലോജിക്കലി ഒരു സാധനം കൂടെ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് ഷാനോസ്? അത് എനിക്ക് പറഞ്ഞു തുടങ്ങാനുള്ള ശരിക്കും ചരിത്രത്തിൽ നിന്നാണ്. ഈ ഗോപൻസ്വാമിയുടെ കുടുംബവും അവരുടെ സാമുദായിക പശ്ചാത്തലം എന്ന് പറയുന്നത് നാടാർ വിഭാഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ ചർച്ച കയറുന്നതിന് മുമ്പായിട്ട് ഈ പി ഗോവിന്ദപിള്ള എഴുതിയൊരു പുസ്തകത്തിൻ്റെ 143-ാം പേജ്, ആ പുസ്തകത്തിൻ്റെ പേര് കേരള നവോത്ഥാനം ഒരു മാർക്സിസ്റ്റ് വീക്ഷണം എന്നുള്ളതാണ്.
അതിൻ്റെ 143 പേജിലാണ് അയ്യ വൈകുണ്ഠർ നവോത്ഥാനത്തിൻ്റെ ആദ്യ പതികർ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ആരംഭിക്കുന്നത്. 17-ാമത്തെ അധ്യായമാണ്, 143 പേജാണ്. 1809 ആണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ പൊതുവെയും പഴയ തിരുവിതാംകൂർ ചരിത്രത്തിൽ പ്രത്യേകിച്ചും ഒരു വഴിത്തിരിവിനെക്കുറിച്ചു. അതായത് 1809 ആണ്ട്, എത്ര കാലങ്ങൾക്ക് മുമ്പാണെന്ന് ആലോചിക്കുക. അത്രയും കാലങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ച്, ഇവിടുത്തെ അധസ്ഥിതരായിട്ടുള്ള കീഴാളരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിച്ച് നവോത്ഥാനത്തിൻ്റെ ആദ്യകാല പതികരിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള അയ്യ വൈകുണ്ഠ സ്വാമികളുടെ സ്ഥലമാണ് ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഈ 1809 ആണ്ടിന് ശേഷം 2025 വരുമ്പോൾ ഒരു സാധാരണ മനുഷ്യനെ വിശ്വാസത്തിൻ്റെ പേരിൽ, ഹൈന്ദവ വിശ്വാസത്തിൻ്റെ പേരിൽ സമാധി ഇരുത്തി എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് കേരളം മാറി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തെ നമ്മൾ പരിശോധിക്കുമ്പം നമുക്ക് ഭീകരമായി തോന്നുന്നൊരു സംഗതി. ഇരന്തൂർ നരബലിയെക്കുറിച്ച് പറഞ്ഞു, കൂടോത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ ഒരു ചെറുപ്പകാലത്തെക്കുറിച്ച് പറഞ്ഞാൽ, നമ്മളൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന ഒരു കാലത്തൊക്കെ ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ നമ്മുടെ ഇടയിൽ, സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചാരം നേടിയിട്ടുള്ള സംഘടനയാണ്. ഇപ്പോൾ യുറീക്ക പരീക്ഷകളൊക്കെ അവർ സ്കൂൾ തലത്തിലും അതിനുശേഷം പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ബ്ലോക്ക് അടിസ്ഥാനത്തിലൊക്കെ നടന്നൊരു കാലമുണ്ട്. ചിലപ്പോൾ പക്ഷേ ഇപ്പോഴും കാണുമായിരിക്കാം. പക്ഷേ അന്ന് കുറച്ചുകൂടെ ശാസ്ത്ര കുതുകികളായിട്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്ന പ്രക്രിയ സ്വാഭാവികമായും സാമൂഹികമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും നമുക്കിടയിൽ ഉണ്ടായിരുന്നു. ഇത് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ 2025 നെയ്യാറ്റിൻകരയിലെ സമാധി വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. എവിടെയാണിത് നഷ്ടപ്പെട്ടത്? എനിക്ക് തോന്നുന്നത് ഇത് ഇത്തരം ആളുകൾ, ഇത്തരമൊരു ഭൂമിക ഇവിടെ ഉണ്ട്. പക്ഷേ അതിനെ ഇങ്ങനെ ഒതുക്കി വെച്ചിരുന്നതാണ്. നമ്മൾ ഈ കൂടോത്രം, മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞാൽ പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി കേൾക്കുന്ന സംഗതി, പുതുമയുള്ള സംഗതിയല്ല. പക്ഷേ അതിനെ ഈ സാക്ഷര കേരളം, ഈ നവോത്ഥാന കേരളം അതിനെ ഇങ്ങനെ ചവിട്ടി അമർത്തി പിടിച്ചിരിക്കുകയായിരുന്നു. ആ അമർത്തി പിടിച്ചെടുത്തു നിന്ന് നമ്മളൊരു വിഷയത്തെ സമീപിക്കുമ്പോൾ സൈദ്ധാന്തിക മേഖല നിൽക്കുന്ന ആളുകൾ പറയാറുണ്ട്, സാമൂഹ്യമായും സാംസ്കാരികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ഒരു വിഷയത്തെ പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായൊരു ഉത്തരത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് പറയാറുണ്ട്. നമ്മളതിനെ പരിശോധിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപുള്ള കാലവും സ്വാതന്ത്ര്യാനന്തരം നെഹ്റുവൊക്കെ നൽകിയ സംഭാവനകൾ, ഈ എങ്ങനെയാണ് ശാസ്ത്രീയമായി അപഗ്രഥിക്കേണ്ടതെന്നുള്ളൊരു വിഷനൊക്കെ തന്നത് രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി തന്നെയാണ്. അതിനുശേഷം ഏത് രാഷ്ട്രീയ പാർട്ടികളെയും എടുത്തു നോക്കിയാലും, ഇപ്പം നമ്മൾ CPM നോക്കാം, കോൺഗ്രസിനെ നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ യുവജന വിഭാഗങ്ങളെ നോക്കാം, അവരൊക്കെയും പുരോഗമനാത്മകമായ രാഷ്ട്രീയത്തെ, സാമൂഹ്യ ക്രമത്തെ കൊണ്ടുവരാൻ വേണ്ടി പണിയെടുത്തിട്ടുള്ള ആളുകളാണ്. അങ്ങനെയാണ് ഈ പറയുന്ന ഇപ്പം ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും അയ്യാ വൈകുണ്ഠനും പൊയ്കേരി ശ്രീകുമാര ഗുരുദേവനും ഒക്കെ തുടങ്ങി വെച്ചൊരു സാമൂഹിക നവീകരണ പ്രക്രിയയെ മുന്നോട്ട് നയിച്ചത് ഇടത് പ്രസ്ഥാനങ്ങളും കോൺഗ്രസിനൊക്കെ വലിയ പങ്കുണ്ട് അതിനകത്ത്. നവോത്ഥാന കേരളത്തിന്റെ അടിത്തറ. ആ അടിത്തറയിൽ നിന്ന് കേരളം വ്യതിചലിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന വാർത്തകളുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. കാരണം നമ്മൾ അവിടെ നിന്ന് വ്യതിചലിച്ചു. അതിനകത്ത് എനിക്ക് പെട്ടെന്ന് തോന്നുന്നൊരു കാര്യം, 1995 അല്ലെങ്കിൽ 2000 കാലത്താണ് ഒരു വേറെ തരം രാഷ്ട്രീയത്തെ നമ്മൾ പ്രകടമായി തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്, നമ്മൾ അടുത്തറിയാൻ തുടങ്ങുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് വാജ്പേയി സർക്കാർ വരുമ്പോഴാണ്. കാരണം വാജ്പേയി സർക്കാർ വന്നതിന് ശേഷമാണ് 2003 ഈ കേരള നവോത്ഥാന ഒരു മാർക്സിസ്റ്റ് വീക്ഷണം എന്ന് പറയുന്ന ഒരു പുസ്തകം P. ഗോവിന്ദപിള്ള രചിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു സാധ്യത അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ മൺമറഞ്ഞു പോയ നവോത്ഥാന നായകന്മാരെ കേരളത്തിന് പരിചയപ്പെടുത്തേണ്ട ഒരു രാഷ്ട്രീയ സ്ഥിതി സംജാതമായത്, സാഹചര്യമുണ്ടായത് വാജ്പേയി, അതായത് സംഘപരിവാർ നേതൃത്വം നൽകുന്നൊരു സർക്കാർ ഉണ്ടായതിനു ശേഷമാണ്. ഇപ്പം CPM സംബന്ധിച്ച് CPM ദൈനംദിന രാഷ്ട്രീയം പറഞ്ഞു പോകുക എന്നുള്ളത് മാത്രമല്ല അവരുടെ ശൈലി. അതിനപ്പുറത്തേക്ക് P. ഗോവിന്ദപിള്ള പോലെ സൈദ്ധാന്തിക രംഗത്ത്, അതായത് ഏതെങ്കിലും ഒരു പാർട്ടി എന്ന നിലയ്ക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും അംഗീകരിക്കാൻ കഴിയുന്നൊരു സൈദ്ധാന്തിക ആചാര്യൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ EMS ശേഷം CPM നിന്ന് വന്ന, അല്ലെങ്കിൽ ലോകത്തെ എല്ലാ സംഭവങ്ങളെയും സൈദ്ധാന്തിക അടിത്തറയിൽ വിലയിരുത്താൻ കഴിയുന്ന ഒരാളെന്ന നിലയ്ക്ക് P. ഗോവിന്ദപിള്ള സമർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു അംഗീകാരമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പുസ്തകം രംഗത്ത് വരുന്നത്. ഈ പുസ്തകത്തിനകത്ത് പല നവോത്ഥാന നായകന്മാരെയും അവരുടെ ജീവിതത്തെയും അവർ നയിച്ച പോരാട്ടത്തെയും അവരെങ്ങനെയാണ് കേരളത്തെ രൂപപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം UPA സർക്കാർ, ഞാനിതിനെ രാഷ്ട്രീയമായി പറയുന്നതല്ല, ഇതിൻ്റെ രാഷ്ട്രീയ ഘടന പരിശോധിച്ചാൽ നമുക്ക് ഇതിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ. പിന്നീട് 10 വർഷക്കാലം UPA സർക്കാർ ഭരിക്കുന്നു. സംഘപരിവാറിൻ്റെ ഒരു രാജ്യത്തെ മുഴുവൻ കൈയാളുന്നൊരു ഭരണം ആയി സംഘപരിവാർ രൂപപ്പെട്ടിട്ടില്ല. 2014 നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമുള്ള രാജ്യത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക അവസ്ഥ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള
ഇപ്പോൾ ഏത് സമുദായത്തിൻ്റെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ന്യൂനപക്ഷ വർഗീയത ആയിക്കോട്ടെ, ഭൂരിപക്ഷ വർഗീയത ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വാസധാരകളായിക്കോട്ടെ, ഒരു മതത്തിന്റെയും കുത്തക അല്ല. അതാണ് പറഞ്ഞത്, ഈ രാഷ്ട്രീയവും സാമൂഹികമായ മാറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ ഇല്ലായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനെ ചവിട്ടി അമർത്തി വെച്ചൊരു സാംസ്കാരിക പരിസരം കേരളത്തിലുണ്ടായിരുന്നു. അഡ്രസ് ചെയ്യപ്പെടുന്നത് ഒരു പക്ഷേ അതെ ഈ ഒരു ഭരണ സംവിധാനം മോദി സർക്കാർ തുടർച്ചയായ അധികാരത്തിൽ വരുന്നു. അതായത് അപ്പോൾ അവര് സനാതന ഹിന്ദു ധർമ്മം, അതാണ് ഞാൻ പറയാൻ വന്നൊരു വിഷയം. ഈ സനാതന ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ചയും നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ സനാതന ധർമ്മത്തെക്കുറിച്ച് ഉദയനിധി സ്റ്റാലിൻ ഉയർത്തിവിട്ട വിവാദം നമുക്കറിയാം. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പൊതുമണ്ഡലത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് വേവലാതി കൊള്ളുന്നൊരു നാട്ടിൽ അല്ല അതിനെ അംഗീകരിക്കാൻ, അതായത് ചാതുർവർണ്ണ വ്യവസ്ഥയെ അങ്ങേയറ്റം അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത് വിവക്ഷ കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത്. അതിനെ അംഗീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർ പോലും ഉള്ളൊരു ഘട്ടത്തിൽ അതിനുശേഷം വരുന്നൊരു കാലത്ത് നെയ്യാറ്റിൻകര ഉണ്ടാവും. അതാണ് ഞാൻ എൻ്റെ രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികമായ പരിസരം ചൂണ്ടിക്കാണിച്ചത്. കാരണം എങ്ങനെയാണ് കേരളത്തെ ഇങ്ങനെ രൂപപ്പെടുത്തിയത്? അയ്യങ്കാളിക്കുള്ള പങ്ക്, ശ്രീനാരായണ ഗുരുവിനുള്ള പങ്ക്, ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കുമ്പോഴത്തേക്ക് അയ്യാ വൈകുണ്ഠനുള്ള പങ്ക്, അല്ലെങ്കിൽ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുള്ള പങ്ക്, ഈ പങ്കിനെ മലയാളി മറക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. കാരണം മലയാളി മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പുസ്തകം തന്നെ രചിക്കപ്പെട്ടത്. 2003 ഇങ്ങനൊരു പുസ്തകം ഉണ്ടാകുന്നതിൻ്റെ 2ാം എഡിഷൻ ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം കുറേ കാലം എനിക്ക് തോന്നുന്നു അതിനകത്തൊരു എനിക്ക് വിമർശനാത്മകമായി തോന്നുന്നത്, ഇപ്പം CPM പോലെ അല്ലെങ്കിൽ CPA പോലെ DYFA പോലെ AYFനെ പോലെയുള്ള ഈ ഒരു സാംസ്കാരിക പരിസരത്തെ കൂടെ നിർണ്ണയിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. പക്ഷേ അവരത് പറയാതെ, കാരണം എപ്പോഴും CPMൻ്റെ വേദികളിൽ, DYFയുടെ വേദികളിലൊക്കെ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ കടന്നുകയറ്റത്തെക്കുറിച്ച് പറയാറുണ്ടെങ്കിലും പബ്ലിക്കിന് മുമ്പിൽ അതൊരു വിഷയമായി ഉണ്ടായിരുന്നില്ല. അതെപ്പോഴാണ് വിഷയമായി വരുന്നത്? 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സംഘപരിവാറിൻ്റെ ഒരു ബീഭത്സ രൂപത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിലേക്ക് പറയാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഇത് കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു. കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, മനുഷ്യൻ്റെ മാനസിക നില അപ്പാടെ ഇങ്ങനെ രൂപപ്പെട്ടു നിൽക്കുന്ന കാലത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇവിടെ ഇപ്പം ഈ രാജ്യത്ത് ഇപ്പം RSS വേണമെന്നോ BJP വേണമെന്നൊന്നുമില്ല. ഈ രാജ്യം അങ്ങനെ രൂപപ്പെട്ട് നെയ്യാറ്റിൻകരയിൽ എത്തി നിൽക്കുകയാണ്. അതാണ് അതിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം. നവോത്ഥാന മൂല്യങ്ങളിൽ നിന്ന് നെയ്യാറ്റിൻകര സമാധിയിലേക്ക് സഞ്ചരിച്ചു. അവിടെ നിന്ന് എങ്ങനെയാണ് ഇനി കേരളം മുമ്പോട്ട് പോകേണ്ടത്? കാരണം കേരളത്തിലെ ഓരോ മനുഷ്യരും, കേരളത്തിലെ സൈദ്ധാന്തിക മേഖലയിൽ വ്യവഹരിക്കുന്ന ഓരോ മനുഷ്യരും, കേരളത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, പ്രവർത്തകർ, കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, കേരളത്തിലെ മതസംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ, അൻഷാദ് നേരത്തെ പറഞ്ഞു ഈ മതം എന്ന് പറയുന്നത് അല്ലെ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ലോജിക്കൽ അല്ലല്ലോ എന്ന് പറഞ്ഞു. ശരിയാണ്, ലോജിക്കലല്ല. പക്ഷേ അപ്പോഴും ഞാൻ പറയും, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്ലെയിനിൽ നിന്ന് താഴേക്ക് ചാടുന്ന ഒരാൾ, അയാൾ വിശ്വാസിയാണ്. അയാൾ കുറച്ച് കഴിയുമ്പോൾ പാരച്യൂട്ട് നിവർക്കുന്നു. ആ പാരച്യൂട്ട് നിവർന്ന് അയാൾ വളരെ മനോഹരമായി ഭൂമിയിൽ വന്ന് കുത്തുന്നു. അയാൾ ജീവനോടെ അവശേഷിക്കുന്നു. അയാൾ നടന്ന് നീങ്ങുന്നു. വേറൊരാൾ അന്ധവിശ്വാസിയാണ്, എടുത്തങ്ങ് ചാടുന്നു. പാരച്യൂട്ട് നിവർന്നില്ലെങ്കിലും താൻ താഴെ ജീവനോടെ എത്തും എന്നുള്ളതാണ് അന്ധവിശ്വാസം. ഒരു വിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വേദനകൾ, ഇല്ലായ്മകൾ, സങ്കടങ്ങൾ, പരിഭവങ്ങൾ അതൊക്കെ നിറക്കി വെക്കാനുള്ള അത്താണിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. പക്ഷേ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അതിര് കടന്ന സംഗതിയാണ്. കാരണം അത് ഒട്ടും യുക്തിഭദ്രമല്ല, ഒട്ടും ശാസ്ത്രീയമല്ല. ഇവിടെ പോലും സംഭവിച്ചത് എന്താണെന്ന് നോക്കൂ. ഒരു മനുഷ്യൻ മരിക്കാൻ പോകുന്നു, ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കുക. നമ്മളൊക്കെ സാർ നാട്ടിൻപുറത്ത് എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം തിരക്ക് നമ്മുടെ അയൽവക്കത്തെ ആരെങ്കിലും വിളിച്ചു വരുത്തുക എന്നുള്ളതാണ്. പിന്നെ ചെയ്യുന്ന നമ്മൾ പഞ്ചായത്ത് മെമ്പർ ആരാണ്, അയാളെ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ്. അപ്പോഴത്തേക്ക് അയൽക്കൂട്ടത്തിലുള്ള ആളുകൾ, പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ ആരെങ്കിലും ഓടി വീട്ടിൽ വരും. അവരാരെങ്കിലും പോലീസ് സ്റ്റേഷൻ അറിയിക്കും, അവരാരെങ്കിലും ഡോക്ടറെ അറിയിക്കും. ചിലപ്പോൾ ഈ ബോഡിയായിട്ട് നമ്മളൊരു അടുത്തുള്ള സർക്കാർ ആശുപത്രി ചെല്ലും, ഡെത്ത് സ്ഥിരീകരിക്കും, വിഷയം തീർന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു മരണത്തിന് അസ്വാഭാവികത ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ആ നിമിഷം തന്നെ CRPC പ്രകാരം അസ്വാഭാവിക മരണത്തിന് കേസെടുക്കും. അങ്ങനെയാണ് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ CRPC എടുക്കേണ്ട ഒരു വിഷയത്തിനകത്ത് ഈ മരണത്തെക്കുറിച്ച് ആർക്കും ഒരു പിടിപാടുമില്ല. അങ്ങനെ ഇതുകൊണ്ട് കല്ലറയിൽ അവർക്ക് പറഞ്ഞ കല്ലറയെന്ന് പറയാൻ പോലും മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അവരതിന് തയ്യാറാകുന്നില്ല. മറിച്ചത് സമാധി എന്ന് പറയാനോ സമാധി സ്ഥലം അങ്ങനെ പറയത്തുള്ളൂ. കാരണം 5 വർഷം 6 വർഷം മുമ്പേ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ ഈ കാലത്തിനകത്ത് സമാധിയാവും, അതുകൊണ്ട് ഈ പീഠം അച്ഛൻ പോയ സമയത്ത് എവിടുന്നോ ഈ പീഠമൊക്കെ സംഘടിപ്പിച്ചാൽ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. കാരണം അവിടെ പോയി മരിക്കാൻ നേരത്ത് കൊണ്ട് ഇരുത്തിയാൽ മാത്രം മതി. ഈ അത്യന്തം സങ്കടകരമായ, എന്നെ സംബന്ധിച്ചൊരു ഏതെങ്കിലും ഘട്ടത്തിലൊരു തമാശ ട്രോളിനപ്പുറത്തേക്ക്
നമ്മൾ മലയാളികൾ കേരളം, സാംസ്കാരിക കേരളം, പ്രബുദ്ധ കേരളം ഇത് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നുള്ള ചോദ്യമാണ് വലിയ ചോദ്യമാണ് നമ്മൾ ഉയർത്തുന്നത്. കാരണം നമ്മൾ ഈ നാട്ടിലുള്ള മനുഷ്യർ, ഞാനോ അൻഷാദോ മാത്രമല്ല, കേരളത്തിലെ മാധ്യമപ്രവർത്തകർ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളം ഒന്നടങ്കം ചോദിക്കേണ്ട വിഷയങ്ങളാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇലന്തൂർ നരബലി നമ്മൾ കണ്ടു, കോൺഗ്രസ്സുകാരുടെ കൂടോത്രം നമ്മൾ കണ്ടു. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നെയ്യാറ്റിൻകരയിലാണ്. ഇങ്ങനെ എങ്ങനെ ഒരു നാടിന് പോകാൻ കഴിയും? നമുക്കെങ്ങനെയാണ് എല്ലാ വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഒന്നാമത് നിൽക്കുന്നു എന്ന് അഹങ്കരിക്കുന്ന നമുക്കെങ്ങനെയാണ് ഈ നെയ്യാറ്റിൻകരയെ കൂടെ പിടിച്ചിട്ട് മുൻപോട്ട് പോകാൻ കഴിയും? അങ്ങനത്തെ ഒരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിലില്ലേ? ഇതിൽ ഈ ഷാനോസ് പറഞ്ഞതിന് തുടർച്ചയായിട്ട് പറയാനുള്ളത്, ഇതിൽ കണ്ട ഈ പറഞ്ഞതെല്ലാം അപകടകരമായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അതിലും അപകടകരമായൊരു സാഹചര്യം ഞാൻ ഈ നെയ്യാറ്റിൻകരയിൽ കണ്ടത്, ഒന്ന്, ഇത് ഞങ്ങളുടെ കാര്യമാണ്, ഞങ്ങളുടെ ഹിന്ദു മതത്തിൻ്റെ കാര്യമാണ്, നിങ്ങൾ എന്തിന് ഇടപെടുന്നു എന്ന് ഒരാൾ ചോദിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് മകൻ പറഞ്ഞത് തൊട്ടടുത്ത് ഉള്ള വസ്തുവുള്ള മുസ്ലിമിനാണ് ഇത്രയും പ്രശ്നം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ ചോദിച്ചു, പ്രധാന പരാതിക്കാരൻ്റെ പേരെന്താണ്? വിശ്വംഭരൻ. ഈ വിശ്വംഭരൻ മുസ്ലിം അല്ല എന്ന് മാത്രമല്ല, വിശ്വംഭരൻ ഈ ഗോപൻ സ്വാമിയുടെ ഒരു ബന്ധുവാണ്, അതായത് അകന്ന ബന്ധുവാണ്. അദ്ദേഹമാണ് ഈ വിശ്വംഭരൻ എന്ന് പറയുന്ന ആളാണ് ഒരു പരാതിക്കാരൻ്റെ ഒരാൾ. മറ്റൊരാൾ യേശുദാസൻ എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ഒരാളാണ്. മറ്റൊരാൾ മുജീബാണ്. മുജീബ് ഈ തൊട്ടടുത്ത് ഒരു പ്രദേശത്ത് വസ്തു വാങ്ങിച്ച ഒരാൾ മാത്രമാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെയാണ് പരാതി കൊടുത്തത്. അതായത് അവരുടെ പ്രദേശത്ത്, അവർക്ക് വസ്തുവുള്ള പ്രദേശത്ത് ഒരാളെ കാണാനില്ല. അതാണ് ബേസിക് ഇഷ്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപകടകരമായ സാഹചര്യം എന്ന് പറയുന്നത് ഇതിലേക്ക് മതത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടുവരുന്നു. അവിടേക്ക് ഈ ഹിന്ദു ഐക്യവേദിയെ പോലുള്ള സംഘടനകൾ ഇടപെടുന്നു. വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പോലുള്ള സാമുദായിക നേതാക്കൾ ഇടപെടുന്നു. അവർ വന്നിട്ട് ഇതിൽ വേറൊരു പരിവേഷം കൊടുക്കുകയാണ്, മറ്റൊരു പരിവേഷം. ഇത് ഹിന്ദു മതത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ള രീതി, ഹിന്ദു മതത്തെ ഈ മുസ്ലിംസും മറ്റ് മതക്കാരും അങ്ങനെ ആ രീതിയിലേക്ക് ഇതിനൊരു പരിവേഷം കൊടുക്കുകയാണ്. ഇതിൽ മറ്റൊരു കാര്യം, ഇതിനിടയിൽ ഒരാൾ പറയുന്നത് കേട്ടാണ്, അതായത് ഈ ഗോപൻ സ്വാമിയുടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് വിവാദങ്ങൾ അവിടെ ഉണ്ട്. അതായത് നിലവിൽ തന്നെ ഒരുപാട് വിവാദങ്ങൾ അവിടെ നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയുള്ള പ്രാദേശികമായ ചില ആൾക്കാരുമായിട്ട്, ചില മാധ്യമപ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ തിരക്കിയിട്ട് അവരും പറയുന്നത് അവിടെ മറ്റു ചില പ്രശ്നങ്ങളും നിലനിന്നിരുന്നു. ആ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവർ അവിടത്തുകാരല്ല, ഈ ഗോപൻ സ്വാമിയോ കുടുംബക്കാരോ അവിടത്തുകാരല്ല, മറ്റൊരു സ്ഥലത്ത് നിന്ന് ഈ ആറാൾമൂട് താമസിച്ചിരിക്കുന്ന ആളാണ്. ഈ ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ മരിച്ചതാണ്, നേരത്തെ മരിച്ചുപോയി. ആ മകന് തന്നെ അവർ നേരത്തെ താമസിച്ചിരുന്ന വീട്ടിൻ്റെ അടുക്കളയിൽ ഇതുപോലെ സമാധി പോലെ അടക്കം ചെയ്യാൻ നോക്കിയപ്പോൾ നാട്ടുകാർ ഇടപെട്ടു. അത് ഏത് പ്രദേശമാണെന്ന് എനിക്കറിയത്തില്ല, ഒരാൾ പറയുന്നത് കേട്ടതാണ്. അന്ന് ഈ അടക്കം ചെയ്യാൻ നോക്കി, അപ്പോൾ നാട്ടുകാർ ഇടപെട്ടു. പിന്നീട് അത് അല്ലാതെ വീട്ടിനകത്ത് തന്നെ മതപരമായ ചടങ്ങുകളോടെ കുഴിച്ചിടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇവിടേക്ക് വരികയാണ്. അതിനുശേഷം ഇവിടെ ഒരു ശിവക്ഷേത്രം പണിയാൻ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആൾ തീരുമാനിക്കുന്നു. നാട്ടുകാരിൽ നിന്നുൾപ്പെടെ രസീതിട്ട് പൈസ പിരിച്ചു, ആ സ്ഥലം വാങ്ങിക്കുന്നു. ഈ ക്ഷേത്രത്തിനാണ് എന്ന് പറയുമ്പോൾ ചില ഉദാര മനസ്കരായിട്ടുള്ള മനുഷ്യർ കുറച്ച് സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുന്നു. അങ്ങനെ ഈ വിട്ടുകൊടുത്ത് നാട്ടുകാർ മുസ്ലിം അതൊരു എല്ലാവരും താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അത് അവിടെ ഇങ്ങനെ ഒരു ഗോപൻ സ്വാമി ഉണ്ടെന്ന് വിചാരിച്ചു വേറെ ആൾക്കാരൊന്നും എല്ലാവരും അമ്പലത്തിൽ പോവുകയും ചെയ്യും. അതെ, അവിടെ CPM-നും പിന്നെ കോൺഗ്രസിനും ഒക്കെ സ്വാധീനമുള്ളൊരു പ്രദേശമാണ്. ആ പ്രദേശത്ത് വന്ന് ഈ വർഗീയത പറഞ്ഞവരെല്ലാം പുറത്തു നിന്ന് വന്ന ആൾക്കാരാണ്. അതാണ് എനിക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും അവിടുത്തെ നാട്ടുകാർ പറയുന്നതെന്നും മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഗോവിന്ദ് സ്വാമി ക്ഷേത്രം ഉണ്ടാക്കുന്നു. ക്ഷേത്രം ഉണ്ടാക്കിയതോടുകൂടി ഇത് അവരുടെ കുടുംബസ്വത്ത്, കുടുംബക്ഷേത്രം പോലെ മാറി. അവിടേക്ക് ചുരിദാറിട്ട് വന്ന സ്ത്രീകളെ തടയുന്നു, സാരി ഉടുത്തുകൊണ്ട് തന്നെ വരണമെന്ന് പറയുന്നു, പുതിയ നിയമ പരിപാടികൾ കൊണ്ടുവരുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് ഈ ക്ഷേത്രം അങ്ങ് സ്വന്തമാവുകയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്നുകിൽ ഇദ്ദേഹം മരിച്ചു, ഇദ്ദേഹം കിടന്ന് സ്വാഭാവികമായി മരിച്ചതായിരിക്കാം, ഒരു സാധ്യത പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അവിടെ കൊണ്ടിരുത്തി ഒരു സമാധി എന്നുള്ളൊരു രീതിയിലേക്ക് ഒരു വിപണന തന്ത്രം, ക്ഷേത്രത്തിൻ്റെ ഒരു വിപണന തന്ത്രം. ഈ ഒരു ക്ഷേത്രത്തിന്
ശിവൻ്റെ പ്രതിഷ്ഠയാണെന്ന് പറയുന്നു, മറ്റല്ല ഈ 2 വർഷമായിട്ട് ഈ ക്ഷേത്രം അടച്ചിടുന്നു എന്ന് പറയുന്നു, നാട്ടുകാരും ഈ ക്ഷേത്രവുമായി സഹകരിക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ ഒരു പുതിയൊരു ആൾ ദൈവത്തെ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമാണോ എന്നുള്ളൊരു സംശയമാണ് നമുക്ക് ഈ വിവാദങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വിപണി സാധ്യത, അതായത് ഇത് തുറന്ന് എടുത്ത് പരിശോധിച്ചാൽ പക്ഷേ ഇത് ഒരു നിയമപരമായ കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് വിവാദ സ്ഥലമായി മാറുകയും ഇതിലൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിപണന സാധ്യത പോകുമോ എന്നുള്ളൊരു ഭയം ഈ കുടുംബത്തിനുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ നേരത്തെ ഷാനോസ് പറഞ്ഞതുപോലെ ഈ അന്ധവിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവം, അത് ഒരു പോയിന്റും കൂടെ എനിക്ക് പറയാനുള്ളത്. ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ മാത്രമല്ല, എല്ലായിടത്തും. ഇപ്പോൾ ഈ പല വീടുകളിലും ഈ മുസ്ലിം മന്ത്രവാദികളൊക്കെ ഉണ്ട്. അവരൊക്കെ വന്ന് ഈ ബാധ ഒഴിപ്പിക്കുന്ന പരിപാടികളൊക്കെ നടക്കും. അതായത് ചില കുട്ടികൾക്ക് അവരിങ്ങനെ വെറുതെ ഇരിക്കുന്നു, അതുകൊണ്ട് ബാധ ഒഴിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ചില പെൺകുട്ടികൾക്ക് പീഡനം വരെ ഏൽക്കേണ്ടി വരും. നമ്മൾ വാർത്തകളിൽ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു മതത്തിനും, ഞാൻ അതാണ് നേരത്തെ പറഞ്ഞു, ഒരു മതത്തിനും പുസ്തകമല്ല. ഇപ്പോൾ ഈ മുസ്ലിം ന്യൂനപക്ഷ വർഗീയമായിട്ടുള്ള ചില കാര്യങ്ങളുടെ ഒരു കടന്നുവരവ് ഷാനോസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പണ്ട് മുസ്ലിം സ്ത്രീകൾ ഇടുന്ന വസ്ത്രം എന്തായിരുന്നു? സാധാരണ എല്ലാവരെ പോലെ ഒരു വസ്ത്രം ഇട്ട് ഒരു തലേ തുണി ഇടും. പിന്നീട് എവിടെ നിന്നാണ് ഈ പർദ്ദ വന്നത്? നമ്മൾ ഈ പർദ്ദയുടെ വരവിനെ കുറിച്ച് വെറുതെ ഒന്ന് അന്വേഷിച്ചാൽ മതി. ഈ പർദ്ദയുടെ വരവ് എവിടെ നിന്നാണ്? ഇവിടെ ഒരു സംഘടന അല്ലെങ്കിൽ ചില ശ്രമങ്ങൾ, ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ സജീവമായതോടുകൂടിയാണ് ഈ പർദ്ദ കടകൾ പൊന്തി വന്നത്. ഒരുപാട് പർദ്ദ കടകൾ. ഈ പർദ്ദ ഇടുക എന്ന് പറയുന്നത് ഒരു വസ്ത്രം എന്ന് പറയുന്നത് അയാളുടെ അവകാശമാണ്. നമ്മൾ ഹണി റോസിന്റെ വിവാദത്തിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് പർദ്ദ എന്ന് പറയുന്നത് അവരുടെ അവകാശമാണ്. പക്ഷെ അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഈ മറ്റ് മതസ്ഥർക്ക്, അതായത് വർഗീയമായി സമൂഹത്തെ വേർതിരിക്കാൻ നിൽക്കുന്ന കുറച്ചു പേര് ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഈ പർദ്ദ എന്ന് പറയുന്ന സാധനം, ഈ പർദ്ദ എന്ന് പറയുമ്പോൾ ഒരു സാധാ പർദ്ദയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മുഖം വരെ മൂടിക്കളയുന്ന രീതിയിലുള്ള പർദ്ദയുടെ പുതിയ വേർഷനുകളുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വരികയാണ്. അത് കഴിയുമ്പോൾ പിന്നീട് പർദ്ദ ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെയൊക്കെ ഒരു കടന്നു വരവ് നോക്കൂ. നമ്മൾ സമൂഹം, അതായത് സൗദി അറേബ്യ പോലും ഇതെല്ലാം ഉപേക്ഷിക്കുന്ന കാലത്ത്, അതായത് മുസ്ലിം മതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രദേശം എന്ന് നമ്മൾ പറയപ്പെടുന്ന പരിശുദ്ധമായ മക്ക ഇരിക്കുന്ന മദീനയുള്ള സ്ഥലത്ത് പോലും അവിടുത്തെ സ്ത്രീകൾ പോലും ഇപ്പോൾ അങ്ങനെ പർദ്ദയൊന്നും ഉപയോഗിക്കാത്ത രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിവിടെ തിരികെ പോവുകയാണ്. നമ്മൾ ഈ വിശ്വാസങ്ങളെല്ലാം നമ്മളെ മനുഷ്യരെ ഈ അന്ധവിശ്വാസങ്ങൾ, നേരത്തെ ഷാനോസ് പറഞ്ഞു, വിശ്വാസമാകാം. നമുക്ക് പല വിഷമങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ വിഷമങ്ങളൊക്കെ ഇറക്കി വയ്ക്കുന്നത് ഏതെങ്കിലും ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ കാൽക്കീഴിലേക്കായിരിക്കും. ചിലർ നിസ്കരിക്കും, ചിലർ പ്രാർത്ഥിക്കാൻ പോകും, മറ്റു ചിലർ പള്ളിയിൽ പോയി കുമ്പിട്ടിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു സൈലൻസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നൽകുന്ന ഒരു സന്തോഷം, ഒരു സങ്കടത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ തരുന്ന ഒരു സംഭവമുണ്ട്. അത് ആ ഒരു സ്പിരിറ്റാണത്. അതിനപ്പുറം വിശ്വാസം അന്ധമായി കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ളതാണ് ഈ നരബലിയും ഇതുപോലുള്ള ഈ കുത്തുറാത്തീബ് പോലുള്ള പ്രശ്നങ്ങൾ. ഈ മുസ്ലിം മത വിഭാഗത്തിനിടയിലുള്ള ഒരു അനാചാരമാണ് അത്. എനിക്ക് തോന്നുന്നു സമസ്ത ഉൾപ്പെടെയുള്ളവർ തള്ളി പറഞ്ഞിട്ടുള്ള സംഭവമാണ് ഈ കുത്തുറാത്തീബ് പോലുള്ള ഈ മുസ്ലിം വർഗീയ ഈ മന്ത്രവാദം. അതിനെയൊക്കെ നമ്മൾ എതിർക്കേണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മറ്റൊരു ഭാഗമാണ് ഈ നരബലി, കൂടോത്രം, ഇതുപോലുള്ള ഈ കൂടോത്രം എന്ന് പറയുന്നത്. അതും ഒരു മതത്തിൻ്റെ കുത്തകയല്ല. ഈ മുസ്ലിം ചില മന്ത്രവാദികൾ ഈ കൂടോത്രം ചെയ്ത് മുട്ടയൊക്കെ കുഴിച്ചിടുന്ന ടീമുകളുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, നമ്മൾ ചിരിച്ചു പോവും. ആ രീതിയിൽ കൂടോത്രം ചെയ്ത് കുഴിച്ചിടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിനെയൊക്കെ എതിർത്ത് നമ്മൾ തോൽപ്പിച്ച് നമ്മൾ കടന്നു കയറി ഇവിടെ എത്തിയിട്ട് നമ്മൾ തിരികെ പോവുക. നമ്മളിപ്പോൾ തിരികെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അതായത് നമ്മളിപ്പോൾ പുരോഗമനം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറയാതെ അത് അന്ധവിശ്വാസമാണെന്ന് പറയും, അതല്ല, അതൊരു വിശ്വാസമാണ് എന്ന് പറയാൻ ആളുണ്ട്. ഇപ്പോൾ അവരുടെ ശബ്ദത്തിന് ഉയർച്ച വന്നിട്ടുണ്ട്. അവരുടെ ശബ്ദത്തിന് അത് വളരെ പ്രസക്തമായ കാര്യമാണ്. അത് പണ്ട് വളരെ രഹസ്യമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് ഉച്ചത്തിൽ പറയാൻ ധൈര്യമുണ്ടായിരിക്കും. തൊട്ടടുത്തുള്ള
വീട്ടിലെ ആളുകളുടെ ജാതി തിരക്കുന്ന രീതിയിൽ നമ്മൾ അധപ്പതിച്ചു പോകുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ ബേസിക് പ്രശ്നം കിടക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ അൻഷാദിനോട് പറഞ്ഞൊരു കാലം 1995-2000 കാലത്ത് നമ്മുടെ സമൂഹത്തിലുണ്ടായ ഒരു മാറ്റത്തെക്കുറിച്ച് ഞാനിങ്ങനെ പെരിഫറലായി മാത്രം സൂചിപ്പിച്ചു പോയി. അതിനുശേഷമാണ് ഈ 95-2000 കാലത്തിന് ശേഷമാണ് നമ്മുടെ ഒരു സാമുദായിക പരിസരം എന്ന് പറയുന്ന അവിടെ വിഷലിപ്തമാകുന്നൊരു കാലഘട്ടം ഉണ്ടാകുന്നത്. അൻഷാദ് നേരത്തെ പറഞ്ഞ് ഈ പർദ്ദയുടെ കാര്യം പറഞ്ഞു. അപ്പം അതിപ്പം മുസ്ലിം മതവിശ്വാസികളെന്ന് മാത്രമല്ല, അത് ഹിന്ദുമത വിശ്വാസികളായിക്കോട്ടെ, ക്രൈസ്തവ വിശ്വാസികളായിക്കോട്ടെ, എന്തുതരം വിശ്വാസമാണെന്ന് പറഞ്ഞാലും അത് അത്യന്തം പുരുഷ കേന്ദ്രീകൃതമായ ഒരു സംഗതിയാണ് ഈ പറയുന്ന പൗരോഹിത്യം, വിശ്വാസം എന്നൊക്കെ പറയുന്നത്. സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഞാൻ പറഞ്ഞത് ഇതിലടക്കം എന്തും ധരിക്കാം. പക്ഷേ ഇത് എവിടെ നിന്നാണ് എപ്പോഴാണ് കടന്നു വന്നതാണ് പ്രശ്നം. ഞാൻ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നത് കാസ, ജമാഅത്ത് ഇസ്ലാമി, SDPI, PFI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, RSS, DSS, PDP, ഇതൊക്കെ കേൾക്കാതുകൊണ്ട് എത്ര കാലമായി? കഴിഞ്ഞൊരു 30 കൊല്ലത്തിനിടയ്ക്കാണ് ഇതൊക്കെ പ്രചാരം നേടി നമ്മുടെ മനസ്സുകളിലേക്ക് വരുന്നത്. നമ്മുടെ ചെറിയ പ്രായത്തിൽ നമുക്ക് RSSനെ അറിയാം. കാരണം RSS ഒരു 100 കൊല്ലമായിട്ട് രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം അതൊരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു ഹൈന്ദവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന നമുക്കറിയാം. പക്ഷേ നോക്കൂ, അതിനെ ചുവട് പിടിച്ച് ഞാൻ പറഞ്ഞു ദളിത് സേവാ സംഘം, DSS, അങ്ങനെ ഇതൊരു വലിയ അതിൻ്റെ കൂടെ ഒന്ന് പറയട്ടെ. ഇപ്പം തന്നെ ഈ ഒരു വിവാദം, ഈ നെയ്യാറ്റിൻകരയിലെ സമാധി വിവാദത്തിൽ RSSും BJP നേതാക്കളും ഇതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഗോവിന്ദ് സ്വാമിയുടെ കുടുംബം നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഉൽപ്പന്നങ്ങൾ, ഈ RSSന്റെയും BJPയുടെയും സഹോദര ഉൽപ്പന്നങ്ങൾ, അതെ അതിനകത്ത് സംശയമേ ഇല്ല. അതായത് ഈ വിഷയത്തിൽ തന്നെ അവർ മുസ്ലിങ്ങളാണെന്ന് ആക്രോശിക്കുകയാണ്. ഹിന്ദു ധർമ്മത്തെത്തോളം നിങ്ങൾക്ക് എന്താ അവകാശം ഇവിടെ കൂട്ടർ ആക്രോശിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന 2 അതിരിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഈ സംഭവങ്ങൾക്ക് പോലും കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഇത് നമ്മൾ നോക്കൂ, ഇതൊരു കുടുംബവുമായി മാത്രം ബന്ധപ്പെട്ട ഒരു വിഷയത്തിനകത്ത് പെട്ടെന്ന് ഒരു സൈഡിലേക്ക് ഹിന്ദുത്വവാദികൾ കടന്നു വരികയാണ്. അവിടെ എതിർക്കാൻ വേണ്ടി ഒരു മുസ്ലിമിനെയും കാണിക്കാനില്ലാത്തപ്പോൾ പോലും മുസ്ലിമിനെ ചൂണ്ടിയാണ് ആക്രമണം അഴിച്ചുവിടുന്നത്. എങ്ങനെയാണ് ആ സാഹചര്യം? വസ്തുവിന്റെ ഉടമ മുസ്ലിമായി പരാതി കൊടുത്ത വിശ്വംഭരൻ എന്ന് പറയുന്ന ഹിന്ദുവാണ്, ഇവരുടെ ബന്ധുവാണെന്ന് പറയുന്നു, അയൽവാസിയാണ്. അയാൾ പരാതി കൊടുത്തിട്ട് പോലും ഇവരുടെ ദേഷ്യം മുഴുവൻ തീരുന്നത് ഒരു മുസ്ലിമിലേക്കാണ്. സൃഷ്ടിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞത് അവർക്ക് കൃത്യമായ ഉപദേശം അതൊരു നെയ്യാറ്റിൻകരയുടെ മാത്രം പ്രശ്നമല്ല, അതൊരു സമാധിയിരുത്തലിന്റെ മാത്രം പ്രശ്നമല്ല, അത് ഈ ഒരു ക്രൈമിന്റെ മാത്രം പ്രശ്നമല്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി, കുറഞ്ഞതൊരു 10 വർഷമായിട്ട് കേരളീയ സാംസ്കാരിക വിശ്വാസ പൊതുമണ്ഡലത്തിൽ നമ്മൾ കേൾക്കുന്ന എല്ലാ തരത്തിലും കേൾക്കുന്ന ഒന്നാണ് ഹിന്ദു മുസ്ലിം എന്നുള്ള വേർതിരിവ്. കാരണം ഇത് പരസ്പര പൂരകമായിട്ട് ഈ തീവ്രവാദ സ്വഭാവമുള്ള, ഈ മൗലികവാദ സ്വഭാവമുള്ള ഇത് പരസ്പരം ഇങ്ങനെ അടിച്ചടിച്ച് നിന്നെങ്കിൽ മാത്രമേ ഈ 2 ചേരിൽ നിൽക്കുന്ന മനുഷ്യന്മാർക്ക് അത് എപ്പോഴും ലാഭമുള്ളൂ. ഇവരൊരു കൂട്ടർ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കൂട്ടർ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. RSS ഉണ്ടെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്, ജമാഅത്ത് ഇസ്ലാമി ഉണ്ടെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തുണ്ട്, അല്ലെങ്കിൽ അവിടെ ബജ്രംഗ് ദൾ ഉണ്ടെങ്കിൽ ഇവിടെ SDPI ഉണ്ട് എന്ന് പറഞ്ഞാൽ പരസ്പര പൂരകമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ നവോത്ഥാന കേരളം, മതേതര കേരളം എന്ന് പറയുന്നതിനാണ് മുറിവേൽപ്പിക്കുന്നത്, പോറലേൽപ്പിക്കുന്നത്. അത് അത്യന്തം ഞാൻ പറഞ്ഞ ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ എനിക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു സങ്കടം, അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്കകത്തുണ്ടാകുന്ന ഒരു തെളിച്ചമെന്ന് പറയുന്നത് ഇത് അപകടകരമായൊരു പോക്കിലേക്കാണ് പോകുന്നത്. ഇതിനെ തടയാൻ ഉത്തരവാദിത്തപ്പെട്ട അടിയന്തര നടപടി. ഇതൊരു കേവലം നെയ്യാറ്റിൻകരയിലൊരു സമാധി പ്രശ്നം മാത്രമല്ല, മറിച്ച് ഇതിൻ്റെ ചരിത്രപരമായ വസ്തുതകൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ 30-40 കൊല്ലമായി എന്താണ് നമ്മുടെ നാടിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഒരു കാര്യമുണ്ട്, ഇതൊരു വിപണി തന്ത്രമാണെന്ന് അൻഷാദ്, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് തിരിച്ചുള്ള അഭിപ്രായമുള്ളതാണ് ഇടയ്ക്ക് ഇടപെട്ടത്. എനിക്ക് ഒരിക്കലും ഇതൊരു വിപണി തന്ത്രമായിട്ടോ ഏതെങ്കിലും തരത്തിൽ ഈ സമാധി സ്ഥലത്ത് ഒരു കച്ചവട സ്ഥലമാക്കാൻ വേണ്ടിയുള്ളൊരു പദ്ധതിയായിട്ട് തോന്നുന്നത്. ഇത് വിവരക്കേടുമല്ല. ഇത് മറിച്ച് ആ വിശ്വാസത്തിൽ ഇങ്ങനെ ഊറ്റം കൊള്ളുന്ന, അതിലിങ്ങനെ ബലം പിടിച്ച് മുറുകെ നിൽക്കുന്ന ആർക്കും പ്രവേശനമില്ല എന്ന് ബോർഡ് വെച്ചിരിക്കുന്ന ഒരു കുടുംബമാണത്. അതായത് കൊന്നിട്ട് ദൈവത്തിന്റെ പ്രീതി കിട്ടും എന്ന് എന്താ വിശ്വസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നിട്ട് അവര് മനുഷ്യരെ കൊന്ന ഒരു പ്രദേശമുള്ള ഒരു നാടിന്റെ ഭാഗമാണ് നെയ്യാറ്റിൻകര. അതായത് സിയേറ്റുകാരനായിരുന്ന ഒരാൾ പിന്നീട് അവിടെ നിന്ന് സ്ഥലം മാറി ആറാലുമൂട് വരുന്നു. അവിടെ വരുമ്പം അയാൾ വാങ്ങിക്കുന്നു. അപ്പോൾ സിയേറ്റു ബന്ധമൊക്കെ ഉപേക്ഷിച്ച് BMSലേക്ക് വരുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഈ
പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. സ്വാമിയാകുന്നു. സ്വാമിയാകുന്നു, അവസാനം സമാധിയാകുന്നു, വിവാദമാകുന്നു. ഹൈക്കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് ഒരു യുക്തിഭദ്രമായ മറുപടി പോലും പറയാൻ കഴിയില്ലെന്ന് വെച്ചാൽ ആലോചിക്കുക. അതിവേഗം തീരുമാനം എടുക്കണം. എന്തായാലും സമാധിക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയുമോ എന്നൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും മരണത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിയമപരമായി അതൊരു ഒരു ബാധ്യതയാണ്. എന്തായാലും ആ ഒരു മരണം അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. നാട്ടുകാർക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ, ഒരാൾക്കെങ്കിലും ഒരു മരണത്തിൽ പരാതി ഉണ്ട് എങ്കിൽ, അതിലെന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ അത് അന്വേഷിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. എന്തായാലും ആ രീതിയിൽ തന്നെ അടുത്ത ദിവസം തന്നെ ആ കല്ലറ പൊളിച്ച് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആ രീതിയിൽ നിയമവാഴ്ച പുലരുന്ന രീതിയിൽ കാര്യങ്ങൾ പോകട്ടെ എന്ന് മാത്രം നമുക്കിവിടെ പറയാം.